നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിന്റെ അവസാനത്തെ പോർഷൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോർഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ബീംസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫിക്സഡ് ബീമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, അതിന്റെ അനാലിസിസ്, അതിലിപ്പോൾ ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ അതിന്റെ റിയാക്ഷൻസ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ഡെറിവേഷൻ ഭാഗങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. അതിന്റെ മുന്നേ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്ന പോയിന്റുകൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാം നമുക്ക് നോട്ടായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിക്കോണമെന്നില്ല. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുന്നത് വേണം. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഡെറിവേഷൻ ആവശ്യമായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ടോസ് 1 പഠിച്ചതായിരിക്കാം, എങ്കിലും ഒന്ന് റിവിഷൻ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ബേസിക് ആയിട്ട് സ്ട്രക്ചറൽ ഡിസൈൻ, സ്ട്രക്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടുകളുടെ ബേസിക് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളൊരു ബീമിന്റെ റിയാക്ഷൻ, സിംപ്ലി സപ്പോർട്ടർ ബീം, കാൻഡിലിവർ, ഫിക്സഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിന്റെ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഫിക്സഡ് ബീമിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്തിട്ട് തന്നെ പോകണം. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ പാർട്ടാണ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. അപ്പോൾ 2-3 ക്ലാസ് കൊണ്ട് നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കും. സപ്പോർട്ട് ആൻഡ് റീസ്ട്രെയിൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മളൊന്ന് റിവൈസ് ചെയ്യാൻ മാത്രം. എന്തൊക്കെയാണ് സപ്പോർട്ടുകളും റീസ്ട്രെയിൻസും? കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന സപ്പോർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഞ്ച്ഡ്, റോളർ, ഫിക്സ്ഡ് അല്ലെ. ഹിഞ്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിൻഡ്, ആ സപ്പോർട്ടിന്റെ പ്രത്യേകത എന്താണ്? ആ സപ്പോർട്ടിൽ അവിടെ റൊട്ടേഷൻ ഫ്രീ ആണ്. ആ പ്ലെയിനിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാൻ അനുവദിക്കുന്ന സപ്പോർട്ടുകളാണ് ഹിഞ്ച്ഡ് സപ്പോർട്ട് അല്ലെങ്കിൽ പിൻഡ് സപ്പോർട്ട്. എപ്പോഴും ഹിഞ്ച്ഡ് സപ്പോർട്ട് അല്ലെങ്കിൽ പിൻഡ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹിഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി വിചാരിക്കില്ലേ, അതാണ് ഹിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എപ്പോഴും എങ്ങനെയാണ്? ആ ഹിഞ്ചിന്റെ പ്രത്യേകത എന്താ? ആ ഹിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ സമ്മതിക്കുള്ളൂ. ആ ഹിഞ്ചിനെ നമ്മളിപ്പോ ഡോറ് വെർട്ടിക്കലോ ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്യാനോ ഒന്നും എന്ത് ചെയ്യില്ല, സമ്മതിക്കൂല അല്ലെ. അപ്പോ എന്താണ് റീസ്ട്രെയിൻസ്? നമ്മൾ ഒരു സപ്പോർട്ടിൽ എന്തൊക്കെയാണോ തടഞ്ഞു വെക്കപ്പെട്ടിട്ടുള്ളത്, എന്തൊക്കെയാണോ അവിടെ അനുവദിക്കാത്തത്, അതാണ് റീസ്ട്രെയിൻസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഹിഞ്ചർ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നൊട്ടേറ്റ് ചെയ്യുക ഒരു ട്രയാങ്കിൾ ആണ്. ഒരു ട്രയാങ്കിളും ഇങ്ങനെ ഒരു ലൈനും, താഴെ നോർമലി ഇങ്ങനെ ഒരു ക്രോസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ഹിഞ്ചർ സപ്പോർട്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് റീസ്ട്രെയിൻസ്? നമ്മളിവിടെ നോർമലി വെർട്ടിക്കൽ ആയിട്ടുള്ളത് R എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് ഒക്കെ H എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ A എന്നുള്ള ഒരു പോയിന്റ് ആണ്. നമുക്കൊരു ബീം എടുക്കുമ്പോൾ സാധാരണ ഒരു സിംപ്ലി സപ്പോർട്ട് ബീം ഉണ്ടാകുമ്പോൾ 2 എൻഡ് ഉണ്ടാവും, എയും ബിയും അല്ലേ. നമ്മൾ നോർമലി എയും ബിയും നൊട്ടേറ്റ് ചെയ്യുക. A എന്നുള്ള പോയിന്റിലെ കാര്യമാണ് പറയുന്നത്. അവിടെ 2 റീസ്ട്രെയിൻസ് ആണ് ഒരു ഹിഞ്ചർ സപ്പോർട്ടിൽ ഉണ്ടാവുക. ഒന്നൊരു വെർട്ടിക്കൽ റിയാക്ഷനും പിന്നെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ. അതാണ് ഇവിടെ RAയും HAയും അല്ലെ. അതായത് ഒരു ഹിഞ്ചഡ് സപ്പോർട്ടിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട അൺനോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണമാണ്, ഹിഞ്ചഡ് അല്ലെങ്കിൽ പിൻഡ് സപ്പോർട്ട്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി പോകും. അതാണ് ഒരു ഹിഞ്ചഡ് സപ്പോർട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത. ഓക്കെ, അവിടെ RAയും HAയും, ഇത് ചില ബുക്കിൽ ചിലപ്പോ VAയും HA എന്നുണ്ടാവും, ചിലപ്പോ R1 R2 എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ എടുക്കുന്ന നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RAയും HAയും. ഓക്കെ, A എന്നുള്ള പോയിന്റ് ആയതുകൊണ്ടാണ് സഫിക്സ് A എന്നുള്ളത് വന്നത്, കാരണം ഒരു ബീമിൽ 2 പോയിന്റ് ഉണ്ടാവും. ഓക്കെ ആണോ? അതാണ് റീസ്ട്രെയിൻസ് RA ആൻഡ് H. ഓക്കെ, ഇതാണ് ഒരു ഹിഞ്ച്ഡ് അല്ലെങ്കിൽ പിൻഡ് സപ്പോർട്ടിന്റെ പ്രത്യേകത. ഇനി ഒരു റോളർ സപ്പോർട്ട് ആണെങ്കിൽ, റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന് റോളർ കേസിലെ, അതായത് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് കൂടി ഫ്രീ ആക്കിയതാണ് റോളർ സപ്പോർട്ട്. ഹൊറിസോണ്ടൽ മൂവ്മെന്റ് കൂടി ഫ്രീ ആക്കി. അപ്പൊ റീസ്ട്രെയിൻസ് എന്ത് മാത്രമേ ഉള്ളൂ? വെർട്ടിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ് മാത്രമേ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതാണ് RA അല്ലെ, RA. ഓക്കെ, അപ്പൊ RA മാത്രമേ ഇവിടെ റീസ്ട്രെയിൻ ആയിട്ടുള്ളൂ. അതായത് ഈ ഒരു സപ്പോർട്ടിൽ എങ്ങനെയൊക്കെ മൂവ് ചെയ്യാം, ഈ സപ്പോർട്ടിന് വേണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാം,
അല്ലെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാനും ഇവിടെ ചാൻസ്. റൊട്ടേഷനും ഫ്രീ ആണ്. അതായത് ഈ ബീം ഇതിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് റോളർ സപ്പോർട്ട്. അവിടെ റിയാക്ഷൻസ് എന്ത് മാത്രമേ ഉള്ളൂ? 6. ഒരു റിയാക്ഷൻ മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ ആണോ? ഇതാണ് ഹിഞ്ച്ഡും ഇതാണ് റോളർ സപ്പോർട്ട്. ഓക്കെ, ഹിഞ്ച്ഡും റോളർ സപ്പോർട്ട്. ഇനി നമുക്ക് ഫിക്സഡ് ബീം. ഫിക്സഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത അവിടെ എല്ലാ തരത്തിലുള്ള മോഷനും എല്ലാ തരത്തിലുള്ള ട്രാൻസ്ലേഷനും റൊട്ടേഷനും എല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് ഒരു ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള മൂവ്മെന്റും റെസ്ട്രിക്ട് ചെയ്തതാണ് ഫിക്സഡ് സപ്പോർട്ട്. അവിടെ അപ്പൊ ഏതൊക്കെ റീസ്ട്രെയിൻസ് ഉണ്ടാവും? RA ഉണ്ടാവും, HA ഉണ്ടാവും, ഒരു മൊമെന്റ് കൂടെ വരും. കാരണം ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനും ഇത് സമ്മതിക്കില്ല. ഇനി ഇൻ കേസ് ഇപ്പോ എങ്ങനെയാണ് ഇത് സമ്മതിക്കാതിരിക്കണമെന്നല്ലേ, ഇതിപ്പോ ഒരു കാന്റിലിവർ ബീം ആണെന്ന് വിചാരിക്കുക. അവിടെ ലോഡ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ലോഡ് ഇപ്പോ ഒരു വാല്യൂ 10 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് 2 മീറ്ററിന്റെ സ്പാൻ ഉള്ള ഒരു ബീം ആണെന്നുണ്ടെങ്കിൽ 10 × 2 20 കിലോന്യൂട്ടൺ മീറ്റർ മൊമെന്റ് ഇവിടെ ആക്ട് ചെയ്യും. അതിനെ ഈക്വൽ ആയിട്ട് 20 കിലോന്യൂട്ടൺ മീറ്റർ ഇവിടെ തിരിച്ചും ആക്ട് ചെയ്യും അല്ലെ? അങ്ങനെയാണ് ആ മൊമെന്റ് അവിടെ റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതാണ് റീസ്ട്രെയിൻസ്. അപ്പോ ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെന്തുണ്ട്? 2 അൺനോൺസ് ഉണ്ട്. ഒരു റോളർ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു അൺനോൺ ഉണ്ട്. ഒരു ഫിക്സഡ് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 അൺനോൺസ് ഉണ്ട്. 3 അൺനോൺസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണത്? അവിടുത്തെ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ റിയാക്ഷനും അവിടുത്തെ മൊമെന്റും. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് റിയാക്ഷൻസ് ഒക്കെ വരുന്നത്? ഒരു ബീം ആസച്ച് അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ റിയാക്ഷൻസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. അതിന്റെ സെൽഫ് വെയിറ്റ് കാരണമുള്ള റിയാക്ഷൻസ് മാത്രമേ ഉള്ളൂ. എപ്പോഴാണോ ലോഡ് ആക്ട് ചെയ്യുന്നത് അപ്പോഴാണ് ഇത്തരത്തിലുള്ള റിയാക്ഷനും മൊമെന്റ് ഒക്കെ വരുന്നത്. ഇനി ഓക്കെ ആണല്ലോ, നമ്മൾ എന്തിനാണ് റിയാക്ഷൻ? നമ്മൾ വരുന്ന ലോഡിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ അല്ലേ? ഓക്കെ, ഇനി ചില കേസിൽ ചിലപ്പോ ലോഡിങ് പക്കാ വെർട്ടിക്കൽ ആയിരിക്കും. നമ്മൾ പ്രാക്ടിക്കലി ചിലപ്പോൾ അങ്ങനെ വന്നോണമെന്നില്ല. നമ്മൾ തിയററ്റിക്കലി പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലത്തിനെ കൺസിഡർ ചെയ്യുന്നൊക്കെ നമ്മൾ എപ്പോഴും ബീമിൽ കറക്റ്റ് എക്സാക്ട് വെർട്ടിക്കൽ ആയിട്ട് ലോഡുകൾ കൺസിഡർ ചെയ്യാറുള്ളത്. അങ്ങനെയാവുമ്പോൾ സ്വാഭാവികമായിട്ടും വെർട്ടിക്കൽ റോളിംഗ് മാത്രം വരുന്ന കേസിൽ ഈ ഹൊറിസോണ്ടൽ റിയാക്ഷനും ഉണ്ടാവില്ല. അത് സീറോ ആവും. കാരണം നമ്മൾ സിഗ്മ FX എടുക്കുന്ന സമയത്ത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഫോഴ്സുകൾ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് HA സീറോ ആവും. അത് വെർട്ടിക്കൽ ലോഡിംഗ് മാത്രമാണെങ്കിൽ ഇവിടെ ഒരു അൺനോൺ മാത്രമായി മാറും. ഇവിടെ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല, ഇവിടെ ഒരു അൺനോൺ തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെ ഫിക്സഡ് മൊമെന്റിൽ ഫിക്സഡ് സപ്പോർട്ടിന്റെ കേസിൽ നമ്മുടെ ആ ഒരു ഫിക്സഡ് ബീമില് വെർട്ടിക്കൽ ആയിട്ടുള്ള ലോഡിംഗ് മാത്രമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹൊറിസോണ്ടൽ റിയാക്ഷൻ വിൽ ബി സീറോ. ഓക്കെ, അപ്പോൾ 2 അൺനോൺ മാത്രമായിട്ട് ഇത് മാറും. ഓക്കെ, ഇതാണ് ജനറൽ ആയിട്ട് വരുന്ന സപ്പോർട്ടും അതിൽ വരുന്ന റീസ്ട്രെയിൻസും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ട് ആകുമ്പോൾ 2 റിയാക്ഷൻസ്, റോളർ സപ്പോർട്ട് ആകുമ്പോൾ ഒരു റിയാക്ഷൻ, ഫിക്സഡ് സപ്പോർട്ട് ആകുമ്പോൾ 2 റിയാക്ഷനും ഒരു മൊമെന്റ്. ഓക്കെ, അതായത് 3 റീസ്ട്രെയിൻസ്. ആ ഒരു പ്ലെയിനിൽ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് ആ ബീമിന് ഏതൊക്കെ മോഷൻസ് തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ റീസ്ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, റീസ്ട്രെയിൻ. ഓക്കെ ആണോ? അപ്പോ ചിലപ്പോൾ ഇവിടെ ഏതൊക്കെ ഫ്രീ ആക്കിയിട്ടുണ്ട്, തിരിച്ചു ചോദിക്കാം, ഏതൊക്കെ ഫ്രീ ആക്കിയിട്ടുണ്ട് അല്ലെ? ഏതൊക്കെ മോഷൻസ് ഇവിടെ ഫ്രീ ആക്കിയിട്ടുണ്ട്? അതായത് ഇവിടെ ഇറ്റ്സ് ഫ്രീ ടു റൊട്ടേറ്റ്, അപ്പൊ ഇവിടെ ഫ്രീ ആക്കിയത് റൊട്ടേഷൻ ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഹൊറിസോണ്ടലും റൊട്ടേഷനും ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാ മോഷനും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഫ്രീഡവും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഫ്രീഡം അവിടെ ഇല്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കേസ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ്. എന്താണ് ഇൻഡിറ്റർമിനൻസി, എന്താണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് എന്നൊക്കെ നോക്കാം. ഓക്കെ, നമ്മളൊരു ബീമിനെ അനലൈസ് ചെയ്യാൻ പോകും. നമുക്ക് കിട്ടേണ്ടത് അതിൽ എത്ര ലോഡ് വരുമ്പോൾ ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റിയാക്ഷൻസ് എന്തൊക്കെ, ഇനി ഫിക്സഡ് സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന മൊമെന്റ് എത്രയൊക്കെയാണ്, അതാണ് നമ്മുടെ അനാലിസിസ് പാർട്ട്. ഓക്കെ, അപ്പൊ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അൺനൗൺസിന്റെ എണ്ണവും നമ്മുടെ അടുത്തുള്ള ഇക്വേഷൻസിന്റെ എണ്ണവും ഈക്വൽ ആയിട്ട് വരിക അല്ലെങ്കിൽ കുറവായിട്ട് വരിക. അൺനൗൺസ് കുറവായിട്ട് വരുന്ന കേസിൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും.
ഉദാഹരണത്തിന് നമ്മളെ കേസിൽ 2 അൺനൗൺസ് ആണ് ഉള്ളത്. നമ്മളെ കേസിൽ 3 ഇക്വേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. 3 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 2 അൺനൗൺസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീംസ് ആണ്. ഇനി സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീംസ് വിച്ച് കനോട്ട് ബി അനലൈസ്ഡ് ഫുള്ളി യൂസിങ് ദ കണ്ടീഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ഫുൾ ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്പർ ഓഫ് അൺനൗൺസ് നമ്പർ ഓഫ് ഇക്വേഷൻസിനേക്കാളും കൂടുതലായി വരുമ്പോൾ നമ്പർ ഓഫ് അൺനൗൺസ് നമ്പർ ഓഫ് ഇക്വേഷൻസിനേക്കാളും കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് റിയാക്ഷൻസും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താണ് ഈ നമ്പർ ഓഫ് ഇക്വേഷൻ? എന്താണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം? ഒന്നുമില്ല, നമ്മൾ സാധാരണ പറയണ സിഗ്മ എച്ച് ഈക്വൽ ടു 0, സിഗ്മ വി ഈക്വൽ ടു 0, സിഗ്മ എം ഈക്വൽ ടു 0. എന്താണ് സിഗ്മ എച്ച് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എടുക്കുന്നത്? എന്താണ് ആൾജിബ്രിക് സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ എ ബീം ഷുഡ് ബി ഈക്വൽ ടു 0. ആൾജിബ്രിക് സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ്, ആ ഒരു ബീമിൽ വരുന്ന എല്ലാ ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെയും ആൾജിബ്രിക് സം എന്ന് പറയാൻ കാരണം ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം അല്ലെ. പ്ലസ് സൈഡിലോട്ട് പോകുന്നത് പ്ലസ് ആയിട്ടും നെഗറ്റീവ് എക്സിലോട്ട് പോകുന്നത് നെഗറ്റീവ് ആയിട്ടും എടുക്കണം അല്ലെ. നമ്മളൊരു ബീം കൺസിഡർ ചെയ്യുമ്പോൾ ആ ബീമിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ഇങ്ങനെയുള്ള ഫോഴ്സുകളൊക്കെ സം ചെയ്യാം. അത് ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ പോലെ ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം സം ചെയ്യാൻ. എന്ന് കഴിഞ്ഞാൽ അത് നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. അതെ, അതായത് നെറ്റ് ഫോഴ്സ് 0 അല്ലെങ്കിൽ എന്താ അർത്ഥം? ഏത് ഡയറക്ഷനിലോട്ടാണോ കൂടുതൽ ആ ഭാഗത്തോട്ട് ഇതിനൊരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ. അതാണ് ആൾജിബ്രിക് സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ദ ബീം ഷുഡ് ബി ഈക്വൽ ടു 0. അതാണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിന്റെ ഫസ്റ്റ് കണ്ടീഷൻ. Then sigma v equal to 0. Same case തന്നെ vertical. Algebraic sum of vertical forces acting on the beam should be equal to 0. അതാണ് രണ്ട് കേസ്. ഇതാണ് രണ്ട് ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം അല്ലേ. ഇനി അടുത്ത് നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യുന്നത്? റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. സിഗ്മ എം ഈക്വൽ ടു 0. അതെന്താണ്? ആൾജിബ്രിക് സം ഓഫ് മൊമെന്റ്സ് ഓഫ് ഓൾ ദ ഫോഴ്സസ്. വരുന്ന ഫോഴ്സുകളുടെ എല്ലാം ആൾജിബ്രിക് സം ഓഫ് മൊമെന്റ്സ് about any cross section of the beam should be equal to 0. About any cross section of the beam should be equal to 0. Algebraic sum of moments of all the forces. നമ്മൾ ഒരു ബീം എടുക്കുകയാണ്. ബീം എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റിയാക്ഷൻസ് ഉണ്ട്. സിംപ്ലി സപ്പോർട്ടർ ബീം ആണെന്ന് വിചാരിക്കുക. റിയാക്ഷൻസ് ഉണ്ട്, അതിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷൻ എടുക്കാം. നമ്മൾ ഈ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന മൊമെന്റ്സ് എല്ലാ ഫോഴ്സ് കാരണം ഈ ഒരു ക്രോസ് സെക്ഷനിൽ വരുന്ന മൊമെന്റ്സിന്റെ ആൾജിബ്രിക് സം. ഇപ്പോ ഈ ഒരു ലോഡ് കാരണം ഇവിടെ ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് ഉണ്ടാവുക, ഈ ലോഡ് കാരണവും ഇവിടെ ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് ഉണ്ടാവുക, ഈ ലോഡ് കാരണം ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് ഉണ്ടാവുക. ഇവിടെ പ്ലസ് പ്ലസ് മൈനസ് അല്ലെ. ആ മൂന്ന് മൊമെന്റ് സമ്മ് 0 ആയിരിക്കണം. നോർമലി നമ്മൾ റിയാക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സപ്പോർട്ടിലുള്ള സെക്ഷനാണ് എടുക്കുക. കാരണം എന്താ? അതെന്തിനാണ് എടുക്കുന്നത്? നമുക്ക് ആ ഒരു സപ്പോർട്ട് റിയാക്ഷൻ കാരണമുള്ള മൊമെന്റ് അവിടെ 0 ആയി പോകും. അപ്പൊ നമുക്ക് ആകെ ഒരു അൺനോണേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അതാണ് നമ്മൾ ഇത് സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുന്നതും മൊമെന്റ് കണ്ടുപിടിക്കുന്നതും നിങ്ങൾ ഒരുപാട് ചെയ്തതാണ്. ഞാൻ അതൊന്ന് നിങ്ങൾക്ക് അതൊന്നൊരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞത്. ഓക്കെ, അതാണ് സിഗ്മ എം ഈക്വൽ ടു 0. അങ്ങനെ 3 സ്റ്റാറ്റിക് ഇക്വിലിബ്രിയമാണ് നമുക്ക് നോർമൽ കേസിൽ ഉള്ളത്. ഓക്കെ, ഇനി വെർട്ടിക്കൽ ലോഡിംഗ് മാത്രമാണ്, ഹൊറിസോണ്ടൽ ലോഡിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ഇക്വേഷനും കൂടെ പോകും. അപ്പൊ 2 ഇക്വേഷനായി മാറും. ഓക്കെ, ഇതാണ് നോർമലി നമുക്ക് ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഒരു ബീമിന്റെ കേസിൽ 3 അൺനോൺ വരെ മാക്സിമം പോവാം. 3 അൺനോൺ വരെ മാക്സിമം പോവാം. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ടാവും? നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് 3 ഇക്വേഷൻ ഉപയോഗിച്ച് 3 അൺനോൺസ് വരെ സോൾവ് ചെയ്യാം. 4 അൺനോൺസ് ഉണ്ടെങ്കിൽ 4 ഇക്വേഷൻ ആവശ്യമാണ്. ഓക്കെ, പക്ഷേ 3 ഇക്വേഷൻ നമുക്ക് മാക്സിമം കിട്ടുള്ളൂ. അപ്പൊ എന്താവും? അവിടെ നമ്മൾ അനലൈസ് ചെയ്യാൻ പറ്റാതെ ആയി പോകും. അത്തരം ബീമുകളാണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ് എന്ന് പറയാം. സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ്. ഓക്കെ, ബീംസ് വിച്ച് cannot be analyzed fully using the conditions of static equilibrium. ഇനി ഇതിന്റെ എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? പ്രോപ്ഡ് കാന്റിലിവർ, ഫിക്സഡ് ബീം, കണ്ടിന്യൂസ് ബീം. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഒരു പ്രോപ്ഡ് കാന്റിലിവർ? പ്രോപ്ഡ് കാന്റിലിവർ എന്ന് പറഞ്ഞാൽ, കാന്റിലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കാന്റിലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ബീം ഹാവിംഗ് വൺ സൈഡ് ഫിക്സഡ് സപ്പോർട്ട് ആൻഡ് അതർ എൻഡ് ഫ്രീ. ഒരു എൻഡ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും അടുത്ത എൻഡ് ഫ്രീ ആയിട്ടുള്ളതാണ് കാന്റിലിവർ ബീംസ്. ഓക്കെ,
ഈ ഒരു ഫ്രീ എൻഡിൽ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ, വെർട്ടിക്കൽ ആയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അത്തരം കാൻഡിലിവറിനെയാണ് പ്രോപ്ഡ് കാൻഡിലിവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു പ്രോപ്ഡ് കാൻഡിലിവർ. ഇത് റിയാക്ഷൻ അല്ല, അത് ആക്ച്വലി സപ്പോർട്ടാണ് ഈ കാണിച്ചത്. ഓക്കെ, അത് ബീമിന്റെ ഭാഗമാണ്. നമ്മളൊരു ഒരു കുത്തു കൊടുക്കുക അല്ലെ, അതാണ് പ്രോപ്ഡ് കാൻഡിലിവർ. അപ്പോ ഒരു പ്രോപ്ഡ് കാൻഡിലിവർ എങ്ങനെയാണ് ഇൻഡിറ്റർമിനേറ്റ് ആവുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ എങ്ങനെയാണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ഇൻഡിറ്റർമിനേറ്റ് ആണെന്ന് നോക്കാം. ഓക്കെ, അത് എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ എത്ര അൺനൗൺസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഈ എൻഡ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ബീം ആണ് അല്ലെ. അവിടെ ഏതൊക്കെ അൺനൗൺസ് ഉണ്ടാവും? വെർട്ടിക്കൽ റിയാക്ഷൻ ആർ ഉണ്ടാവും, റീസ്ട്രെയിൻസ് തന്നെയാണ് അല്ലെ അൺനൗൺസ്. ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് ഉണ്ടാവും, പിന്നെ നമുക്കറിയാം ഫിക്സഡ് ബീം ആയതുകൊണ്ട് മൊമെന്റ് എം എ ഉണ്ടാവും. ഇവിടെ സഫിക്സ് എ എന്ന് കൊടുക്കാൻ കാരണം നമ്മൾ ഈ പോയിന്റ് ഇത് എ ആയിട്ട് എടുത്തുകൊണ്ടാണ് ഇത് എയും ഇത് ബി ആയിട്ട് എടുക്കുക. ഓക്കെ, നോർമൽ കേസിൽ എ ബി സി ഡി അങ്ങനെയാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക ഓരോ സപ്പോർട്ടുകൾ. ഓക്കെ, അപ്പൊ 3 ഇനി ഇവിടെ എക്സ്ട്രാ ഒരു പ്രോപ്പ് വന്നതുകൊണ്ട് അതും നമ്മുടെ റിസ്ട്രെയിൻ ആണ്, ആർ ബി അല്ലെ, റിയാക്ഷൻ വെർട്ടിക്കൽ റിയാക്ഷൻ ആർ ബി. അപ്പൊ ടോട്ടലി 4 അൺനൗൺസ് ആയി നമുക്ക് 3 ഇക്വേഷനേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഇത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീം ആയി. ഓക്കെ, അതാണ് പ്രോപ്ഡ് കാൻഡിലിവർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ്. ഇനി ഒരു ഫിക്സഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആയിട്ട് സപ്പോർട്ട് ഉള്ള ബീമുകളെയാണ് ഫിക്സഡ് ബീം എന്ന് പറയുന്നത്. ഈ ഒരു ബീമിന്റെ അനാലിസിസ് ആണ് നമുക്ക് ത്രൂ ഔട്ട് ഈ സെഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഫിക്സഡ് ബീം ഓക്കെ ആണോ? അപ്പോ നമുക്ക് നോക്കാം, ഒരു ഫിക്സഡ് ബീം എന്ന് പറയുമ്പോൾ ഏതൊക്കെ റിയാക്ഷൻസ് ഉണ്ട് അല്ലേ? വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട് ലെഫ്റ്റ് സപ്പോർട്ട് എച്ച് എ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ട്, അവിടുത്തെ മൊമെന്റ് ഉണ്ട് എം എ. സെയിം ഇതുപോലെ ഇവിടെ വരും, ഇത് ബി എന്നുള്ള പോയിന്റ് ആണെങ്കിൽ വെർട്ടിക്കൽ റിയാക്ഷൻ ആർ ബി, ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് ബി ആൻഡ് മൊമെന്റ് എം ബി. ഇത് എപ്പോഴാണ് സംഭവിക്കുക? ലോഡ് ഡബ്ല്യു അല്ലെങ്കിൽ യു ഡി എല്ലോ എനി ലോഡ് ഇങ്ങനെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക. ഓക്കെ, ഇതാണ്. അപ്പൊ എത്ര അൺനൗൺസ് ആയി? ലെഫ്റ്റ് എൻഡിലും 3, റൈറ്റ് എൻഡിലും 3. സോ 3 + 3 that will be 6 unknowns. 6 unknowns വന്നു. നമുക്ക് ആകെ 3 ഇക്വേഷൻസ് മാക്സിമം അവൈലബിൾ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ആകെ ഇത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീമാണ്. നമുക്ക് 3 അൺനൗൺസ് വരെ നമ്മളെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലും 3 അൺനൗൺസ് ഉണ്ട്. അത് നമുക്ക് വേറെ കണ്ടീഷൻസ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റൂ. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം വെച്ചിട്ട് നമുക്ക് അത് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എങ്ങനെ അനലൈസ് ചെയ്യാം, നമുക്ക് ബാക്കി കൂടെ എങ്ങനെ കിട്ടാം തുടങ്ങിയ കാര്യങ്ങളാണ്. അതിന് നമുക്ക് കുറച്ച് മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യുന്നത്. നമുക്ക് ബാക്കി 3 അൺനൗൺസ് അതെങ്ങനെ കിട്ടും തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ബീം ആണ്. കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരുപാട് സ്പാൻ ഉള്ളത് അല്ലെ. അതിന്റെ സപ്പോർട്ടുകൾ എന്തോ നോർമലി ഒരു ഫിക്സഡ് സപ്പോർട്ടിൽ തുടങ്ങി പിന്നെ ബാക്കിയെല്ലാം ഹിഞ്ചറായി ഇങ്ങനെ പോകുന്നതാണ്. സ്വാഭാവികമായിട്ടും അതിൽ എണ്ണി നോക്കിയാൽ മതി ഓരോ സപ്പോർട്ടിലും എത്ര അൺനൗൺസ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡിറ്റർമിനേറ്റ് ബീംസ്. ഓക്കെ, അതാണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ്. വെറുതെ ഇൻഡിറ്റർമിനേറ്റ് ബീംസ് എന്നും പറയാറുണ്ട്. കാരണം സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയും കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിയും എന്ന് പറഞ്ഞിട്ട് 2 ടേം ഉണ്ട്. നിങ്ങൾക്ക് അത്ര ഡീപ്പായിട്ടില്ല, അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ്. ഉദാഹരണമാണ് പ്രോപ്പർഡ് കാൻഡിലിവർ, ഫിക്സഡ് ബീംസ്. അപ്പൊ അതിൽ ഫിക്സഡ് ബീമാണ് നമുക്ക് പഠിക്കാൻ. ഓക്കെ, ഇനി എന്താണ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി? എന്താണ് ഇൻഡിറ്റർമിനൻസി? ഓക്കെ, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഓക്കെ, നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ് ഇൻ എക്സസ് ഓഫ് ഇക്വേഷൻ ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ് ഇൻ എക്സസ് ഓഫ് ഇക്വേഷൻ ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിനേക്കാളും കൂടുതൽ എത്ര അൺനോൺസ് ഉണ്ട്, അതാണ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. നമുക്കറിയാം 6 അൺനോൺസ് വന്നു എന്ന് പറഞ്ഞില്ലേ ഫിക്സഡ് ബീമിൽ. നമുക്ക് 3 ഇക്വേഷൻ ഉള്ളൂ. സോ സ്വാഭാവികമായിട്ടും അതിന്റെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ 6 - 3 3 ആണ് അല്ലെ. പ്രോപ്പർഡ് കാൻഡിലിവറിന്റെ കേസിൽ എത്ര വരും? അപ്പോ പ്രോപ്പർഡ് കാൻഡിലിവറിന് എത്ര റിയാക്ഷൻ ഉണ്ട്? 4 റിയാക്ഷൻ ഉണ്ട്, 3 ഇക്വേഷൻ ഉള്ളൂ. സോ അതിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. 1 ആണ്. അതായത് 4 - 3 that is equal to 1. അതാണ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഇനി ഒരു ഫിക്സഡ് ബീമിന്റെ കേസിലോ,
ഫിക്സഡ് ബീമിന്റെ കേസിൽ അത് 6 minus 3 that will be equal to 3. ഈ രണ്ട് കേസിലും ഇതിപ്പോ നമ്മൾ ജനറൽ ലോഡിംഗ് കേസാണ് നമ്മൾ പറയുന്നത്. അതായത് ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ആയിട്ട് ലോഡ് വരാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ HA HB ഒക്കെ എടുക്കുന്നത്. ഇനി ഇത് പ്യുവർ വെർട്ടിക്കൽ ലോഡിംഗ് ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് പ്യുവർ വെർട്ടിക്കൽ ലോഡിംഗ്, ഈ കേസിൽ HA0 ആവും. ഓക്കെ, അപ്പൊ ഇവിടെ 2 1 3 അൺനോൺസ് ഉണ്ടാവും. എത്ര ഇക്വേഷൻ ഉണ്ടാവും? ഇക്വേഷൻസും 2 ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഹൊറിസോണ്ടൽ ഇല്ല എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 3 minus 2 that will be equal to, അപ്പോഴും സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി, ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 തന്നെയാണ് വരും. എന്നാൽ ഈ കേസിൽ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് വെർട്ടിക്കൽ ലോഡിംഗ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് HAയും HBയും നമുക്ക് പോകും. HA HB ഉണ്ടാകും. ബാക്കി എത്ര അൺനോൺസ് ഉണ്ടാവും? 1 2 3 4 4 അൺനോൺസ് ഉണ്ടാവും. 2 ഇക്വേഷൻ. സോ 4 minus 2 that will be 2. 2 അൺനോൺസ്, സോറി 2 ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ് അത്തരം കേസിൽ ഉണ്ടാവും. നോർമലി നമ്മൾ ജനറൽ ലോഡിംഗ് കേസിനാണ് പറയാ. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്യൂർലി വെർട്ടിക്കൽ ആയിട്ടുള്ള ലോഡ് വരുന്ന കേസാണ് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഓക്കെ ആണോ? ഇതാണ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. അപ്പൊ നമുക്ക് ഇത് എക്സസ് ആയിട്ട് വരുന്ന അൺനോൺസ് ഏതൊക്കെയാണോ അത് എങ്ങനെ കണ്ടുപിടിക്കാം, അതിന് ഏതൊക്കെ കണ്ടീഷൻസ് ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിലൂടെയാണ് നമ്മൾ അതിന്റെ അനാലിസിസ് ചെയ്യുന്നത്, റിയാക്ഷൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫിക്സഡ് ബീമിലോട്ട് കടക്കാണ്, നമ്മളെ പോർഷനിലോട്ട് കടക്കാണ്. ഫിക്സഡ് ബീം, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 1 മിനിറ്റ്. അപ്പോ ഫിക്സഡ് ബീമിന് പറയുന്ന മറ്റു 2 പേരുകളാണ് ബിൽറ്റ് ഇൻ ബീം ഓർ എൻകാസ്റ്റർ ബീം. ബിൽറ്റ് ഇൻ ബീം ഓർ എൻകാസ്റ്റർ ബീം, അത് നോട്ട് ചെയ്ത് വെക്കാം. ബിൽറ്റ് ഇൻ ബീം ഓർ എൻകാസ്റ്റർ ബീം, ഈ 2 പേരും അറിയപ്പെടാറുണ്ട്. നോർമലി ഫിക്സഡ് ബീം തന്നെയാണ് പറയാറുള്ളത്. ഫിക്സഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എൻഡിലും ഫിക്സിറ്റി ഉള്ള സാധനം. ബീംസ് whose ends are effectively fixed so that the slope and deflection of the ends is 0. Beams whose ends are effectively fixed so that the slope and deflection of the ends is 0. അവിടെ എൻഡ് റിജിഡ്ലി ഫിക്സ്ഡ് ആണ്, അവിടുത്തെ സ്ലോപ്പും ഡിഫ്ലക്ഷനും 0 ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റൊട്ടേറ്റ് ചെയ്യാൻ സമ്മതിക്കൂല. സ്വാഭാവികമായിട്ടും ഈ ഒരു ബീം ഇങ്ങനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡിഫ്ലക്റ്റഡ് കർവ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് കർവ് എന്ന് പറഞ്ഞു. അതായത് ഡിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇതിന്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കും, അതാണ് ഡിഫ്ലക്ഷൻ കർവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഈ ഒരു എൻഡ് ഫിക്സ്ഡ് ആയതുകൊണ്ട് ഇവിടെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് കുറച്ച് നീളം ഇങ്ങനെ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ബെൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇതിങ്ങനെ ബെൻഡ് ചെയ്ത് പിന്നെ വീണ്ടും ഈ സൈഡ് വീണ്ടും അതുപോലെ. ഓക്കെ, ഇവിടെ ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കർവിന് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജന്റ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ബീമിന്റെ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യണം ആ പോയിന്റിൽ കേട്ടോ. ഏത് പോയിന്റിലാണോ സ്ലോപ്പ് കിട്ടേണ്ടത് ആ പോയിന്റിൽ നമ്മൾ ടാൻജന്റ് വരച്ചു. ആ പോയിന്റിൽ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ, അതായത് ഈ ബീമിന്റെ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജന്റും ഈ ഹൊറിസോണ്ടലും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ സ്ലോപ്പ് എന്താണ്, ഈ ഒരു ഫിക്സഡിന്റെ ആ ഒരു എൻഡിൽ ഇത് റൊട്ടേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അവിടെ ഡിഫ്ലക്ട് ചെയ്യില്ല അല്ലെ. അപ്പൊ അവിടുത്തെ സ്ലോപ്പ് 0 ആയിരിക്കും. 2 എൻഡിലും സ്ലോപ്പ് 0 ആയിരിക്കും, ഡിഫ്ലക്ഷനും 0 ആയിരിക്കും. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ സപ്പോർട്ടിൽ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ ഒരു ബീം ഡിഫ്ലക്ട് ചെയ്തു. ഇപ്പോ നമ്മളിപ്പോ ഒരു ബീമിനെ ഒരു സൈഡിൽ ലോഡ് ചെയ്തു. ഇതിന് ഡിഫ്ലക്റ്റഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം, ഇതിപ്പോ ബീമാണെന്ന് എനിക്ക് ഡിഫ്ലക്റ്റഡ് ഷേപ്പ് ഏകദേശം ഇങ്ങനെ ഇരിക്കും അല്ലെ. ഇത് ഫിക്സഡ് ആയതുകൊണ്ട് കുറച്ച് നമുക്കൊരു കാൻഡിലിവർ ബീം ഉണ്ട്. കാൻഡിലിവറിന്റെ കേസ് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ഡിഫ്ലക്ഷൻ. കാൻഡിലിവർ ബീം ഉണ്ട്, ഇത് ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ ഈ എൻഡ് ഫിക്സഡ് ആയതുകൊണ്ട് ഇവിടുന്ന് ഇത്രയും പോർഷൻ തുടങ്ങൂല, കുറച്ച് കഴിഞ്ഞിട്ട് ഡിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ തുടങ്ങി ഇതിങ്ങനെ പോകും. ഓക്കെ,
ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീം ഡിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ ഇപ്പോഴത്തുള്ള പൊസിഷനും നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഈ ഒരു പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു സപ്പോർട്ട് ഉള്ള കേസിൽ അവിടെ ഡിഫ്ലക്ട് ചെയ്യൂല. അതിപ്പോ സിംപ്ലി സപ്പോർട്ടർ ആണെങ്കിലും ഹിഞ്ചർ ആണെങ്കിലും പിൻഡ് ആണെങ്കിലും വെർട്ടിക്കലി അത് ഡിഫ്ലക്ട് ചെയ്യൂല. സോ അവിടുത്തെ ഡിഫ്ലക്ഷൻ സീറോ ആയിരിക്കും. അത് ഫിക്സഡ് എൻഡ് ആണെങ്കിലും ഡിഫ്ലക്ഷൻ സീറോ ആണ്. പക്ഷെ ഒരു ഹിഞ്ചർ എൻഡ് ആണെങ്കിൽ അവിടെ സ്ലോപ്പ് ഉണ്ടാവും അല്ലെ? കാരണം ഒരു ഹിഞ്ചർ സപ്പോർട്ടിന് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ ഒരു ഹിഞ്ചർ സപ്പോർട്ടിന്റെ ഡിഫ്ലക്ഷൻ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നേ തുടങ്ങും. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇതിന്റെ ഒരു സ്ലോപ്പ് മേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, തീറ്റ, ആ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈക്വൽ ആയിരിക്കും. ആ സ്ലോപ്പ് മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു ഫിക്സഡ് സപ്പോർട്ടിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ എൻഡിൽ സ്ലോപ്പും ഡിഫ്ലക്ഷനും സീറോ ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൊട്ടേഷൻ റെസ്ട്രിക്ട് ചെയ്യുന്നതാണ്. അവിടെ റൊട്ടേറ്റ് ചെയ്യാൻ സമ്മതിക്കൂല, സിങ്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല, താഴോട്ട് ഡിഫ്ലക്ട് ചെയ്യാനും ആ ഒരു പോയിന്റിൽ അല്ലെ, നമ്മളെ സപ്പോർട്ടുള്ള പോയിന്റിൽ അത് സമ്മതിക്കും. അപ്പൊ അവിടെ സ്ലോപ്പും ഡിഫ്ലക്ഷനും സീറോ ആയിരിക്കും. ഈ സ്ലോപ്പും ഡിഫ്ലക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് തൊട്ടടുത്ത സ്ലൈഡിൽ പറയാം. ഓക്കെ, നമുക്ക് അത് ആവശ്യമുണ്ട്. നമുക്ക് വരുന്ന കേസുകളിലൊക്കെ സ്ലോപ്പും ഡിഫ്ലക്ഷനും ആവശ്യം. ഇനി നമ്മൾ ഇതാണ് ഒരു ഫിക്സഡ് ബീമിന്റെ പ്രത്യേകത. ഇനി ഇതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഒരു ഫിക്സഡ് ബീമിന് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ ഫസ്റ്റ് കേസ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഡ്യൂ ടു ഫിക്സിറ്റി ഓഫ് ദ എൻഡ്, സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് ദ എൻഡ്സ് ആർ സീറോ. നമ്മൾ ഫിക്സിറ്റി ഉള്ളത് കാരണം, അല്ലെങ്കിൽ ഫിക്സിറ്റി ആ ഒരു ഫിക്സഡ് കണ്ടീഷൻ ഉള്ളത് കാരണം സ്ലോപ്പും ഡിഫ്ലക്ഷനും ആ എൻഡുകളിൽ ശ്രദ്ധിക്കണം, എൻഡ്സിൽ സീറോ ആയിരിക്കും. സെന്ററിൽ മാക്സിമം ഉണ്ടാവും, സെന്ററിൽ മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാവും. സ്ലോപ്പ് നമുക്ക് നോക്കാം. Restraining couple known as end moments or support moments or fixed end moments are developed at the ends. അതായത് ഇവിടെ നമുക്ക് എക്സ്ട്രാ വന്ന, നമ്മളൊരു സിംപ്ലി സപ്പോർട്ടർ ബീമിനെക്കാളും എക്സ്ട്രാ വന്ന സാധനം എന്താണ്? ഈ മൊമെന്റ് ആണ് അല്ലെ? ഈ മൊമെന്റിന് പറയുന്ന പേരാണ് ഇവിടെ പറഞ്ഞത് എൻഡ് മൊമെന്റ്സ് എന്ന് പറയും, സപ്പോർട്ട് മൊമെന്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് എന്ന് പറയും. നോട്ട് ചെയ്യണം, ഇത് മൂന്ന് പേരിലും ഇതറിയപ്പെടും. എൻഡ് മൊമെന്റ്സ്, സപ്പോർട്ട് മൊമെന്റ്സ്, അല്ലെങ്കിൽ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. ഫിക്സഡ് എൻഡ് മൊമെന്റും FEM ഷോർട്ട് ആക്കിയിട്ടും പറയാറുണ്ട്, ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. ഓക്കെ, ഇതാണ് ഇതിൽ വന്ന എക്സ്ട്രാ ഒരു റിയാക്ഷൻ. അത് കണ്ടുപിടിക്കലാണ് നമ്മൾ എയിം. ഓക്കെ, അപ്പൊ ഇത്ര റീസ്ട്രെയിനിങ് കപ്പിൾസ് എന്ന് പറയാൻ കാരണം രണ്ട് സൈഡിലും. ഇവിടെ ശ്രദ്ധിക്കുക, എങ്ങനെ ഇതിന്റെ ഡയറക്ഷനും കാര്യങ്ങളും എങ്ങനെ വന്നുള്ളത് നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. അതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക. സ്വാഭാവികമായിട്ടും ഈ W എന്നുള്ള ലോഡ് കാരണം ഈ എൻഡിൽ എന്താ ഉണ്ടാവുക? ഈ എൻഡിൽ ഈ W എന്നുള്ള ലോഡ് കാരണം ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവില്ലേ? അതിനെ റെസ്ട്രിക്ട് ചെയ്യാനാണ്, അതിനെ പിടിച്ചു നിർത്താനാണ് MA എന്നുള്ള ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഇവിടെ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇനി ഈ എൻഡ് ശ്രദ്ധിക്കുക, ഈ എൻഡിൽ ഈ W കാരണം എന്താ ഉണ്ടാവുക? ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാവില്ലേ? അതിനെ തടയാനാണ് എന്ത്, ഇതിനെ ഇവിടെ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ MB ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ ഒരു W കാരണം ഈ ബീം ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യാനാണ് ചാൻസ് ഉള്ളത് അല്ലെ? എന്ത് ബെൻഡിങ് എന്നാണ് പറയാ? സാഗിങ് എന്ന് പറയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സാഗിങ് അല്ലെ? സാഗിങ് ആണ് സംഭവിക്കുക, താഴോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നത്. അതിനെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടാണ് ഈ രണ്ട് മൊമെന്റും ഇവിടെ ആക്ട് ചെയ്യുന്നത്. ആ രണ്ട് മൊമെന്റ് കാരണം എന്താ ഉണ്ടാവുക? അപ്പൊ ഈ ഒരു രണ്ട് മൊമെന്റ് ഇവിടെ രണ്ട് എൻഡിൽ നിന്നും ഇത് മുകളിലോട്ട് തിരിക്കുകയാണെന്ന് വിചാരിക്കാം അല്ലെ? അപ്പൊ എന്താ സംഭവിക്കുക? അത് തിരിച്ച് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യാനുള്ള ഇതിന്റെ ചാൻസ് ഉള്ളത് അല്ലെ? അത് എന്താണ്? ഹോഗിങ് ആണ് അല്ലെ? ഹോഗിങ് കേസ്. അപ്പോ ഈ വരുന്ന ലോഡിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ലോഡ് കാരണം ഉണ്ടാകുന്ന മൊമെന്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിരിച്ച് നമ്മുടെ സപ്പോർട്ടിൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ മൊമെന്റ് കപ്പിൾസ് ഉണ്ടായിട്ടുള്ളത്, ഫിക്സഡ് മൊമെന്റ്സ് ഉണ്ടായിട്ടുള്ളത് അല്ലെ? അപ്പൊ അത് നമ്മൾ പോയിന്റ് ആയിട്ട് എഴുതാണ്. End moments will be opposite in direction to that moments due to external loading. External loading കാരണമുള്ള മൊമെന്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എൻഡ് മൊമെന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അല്ലെ? ഡൗൺവേർഡ് ലോഡ് ഓൺ ദ ബീം ടെൻഡ് ടു ബെൻഡ് ദ ബീം ഇൻ സാഗിങ് മാനർ അല്ലെ? നമ്മൾ ഡൗൺവേർഡ് എപ്പോഴും ഒരു ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടാണ് ലോഡ് വരിക. നമ്മുടെ റയർ ആയിട്ടുള്ള കേസുകൾ മാത്രമേ ഹൊറിസോണ്ടലും
അപ്വേർഡും ലോഡുകളൊക്കെ വരാറുള്ളൂ. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് ഒരു ലോഡ് വരുമ്പോൾ ഇതിന് സാഗിങ് മാനറിൽ ഒരു എന്തുണ്ടാവും, ബെൻഡിങ് ചാൻസ് ഉണ്ട് അല്ലേ. വൈൽ ദ എൻഡ് മൊമെന്റ്സ് ടെൻ ദ ബീം ടു ബെൻഡ് ഇൻ ഹോഗിങ് മാനർ. ഈ എൻഡ് മൊമെന്റ്സ് ഇതിനെ ഹോഗിങ് മാനറിൽ ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലേ. അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മളെ. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഫിക്സഡ്. ഇനി ഒരു കാര്യം കൂടി പറയാം. നമുക്ക് ഈ അൺനൗൺസ് കൂടുന്നത് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഡിറ്റർമിനൻസി കൂടുന്നത് നല്ലതാണോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആണോ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആണോ എന്ന് ചോദിച്ചാൽ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് നമ്പർ ഓഫ് റിയാക്ഷൻസ് കൂടും തോറും ഇതിനെ സ്ട്രക്ചറലി സ്റ്റേബിൾ ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് ചെയ്യാൻ പ്രാക്ടിക്കലി അനാലിസിസ് പാർട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി പ്രാക്ടിക്കൽ കേസിൽ റിയാക്ഷൻസിന്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ആ ബീം അത്രയും സ്റ്റേബിൾ ആണ് എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ സിലബസ് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഓഫ് ഫിക്സഡ് ബീം ഓവർ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഒരു സിംപ്ലി സപ്പോർട്ടറിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഫിക്സഡ് ബീമിന് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ സെയിം സ്പാനും സെയിം ലോഡിംഗ് ഉള്ള രണ്ട് ബീമുകൾ എടുക്കുക, ഒന്ന് ഫിക്സഡും ഒന്ന് സിംപ്ലി സപ്പോർട്ടർ ആണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കണം. Bending moments are of lesser value in fixed beam. Bending moments fixed beam lesser value ആണ് ഡെവലപ്പ് ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ്, ഇതിനവിടെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടും അല്ലെ. ഫിക്സഡ് ബീം ഹാവ് ലെസ്സർ വാല്യൂ ഓഫ് മാക്സിമം ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷന്റെ വാല്യൂ കുറവാണ് ഉണ്ടാവുക ചെയ്യുക. കാരണം ഇത് ഈ രണ്ട് എൻഡും സിംപ്ലി സപ്പോർട്ടർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഡിഫ്ലക്റ്റഡ് കർവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയായിരിക്കും. ഓക്കെ, എന്നാൽ ഒരു ഫിക്സഡ് ബീം ആണെങ്കിൽ ഇതിന്റെ ഡിഫ്ലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ചിങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് അല്ലേ. അപ്പൊ മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂ കുറവായിരിക്കും. അത് സപ്പോർട്ടിന്റെ ഫിക്സിറ്റി കാരണമാണ് സംഭവിക്കുന്നത്. The fixed beam is usually stronger and stiffer than similar beam with simply supported condition. സ്ട്രോങ്ങറും സ്റ്റിഫറും ആണ് സിംപ്ലി സപ്പോർട്ടിനേക്കാൾ. എന്താണ് സ്ട്രോങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ലോഡ് എടുക്കാൻ പറ്റും, കൂടുതൽ മൊമെന്റ് ക്യാരിയിങ് കപ്പാസിറ്റി, കൂടുതൽ മൊമെന്റ് അതിന് എടുക്കാൻ പറ്റും. സ്റ്റിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹെവി ലോഡിൽ മാത്രമേ അത് ഡിഫ്ലക്ഷൻ സംഭവിക്കുള്ളൂ. സ്റ്റിഫ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. എത്ര ലോഡ് കൂടുന്നു, ഹെവി ലോഡിൽ മാത്രമേ അത് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ ചാൻസ് കുറവാണ്, അല്ലെങ്കിൽ അതാണ് സ്റ്റിഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബീമാണ്. നമുക്കറിയാം ടെമ്പറേച്ചർ സ്ട്രെസ്സസ് എന്ന് പറഞ്ഞ സംഭവമാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള കേസാണ്. ടെമ്പറേച്ചർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എലമെന്റിനെ, എനി എലമെന്റ്, ബീം ആകാം, ഒരു സ്റ്റീൽ ആകാം, എന്തും, ഒരു പൈപ്പോ എന്താണെങ്കിലും നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു സാധനത്തിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഹീറ്റ് ടെമ്പറേച്ചർ കൂട്ടുകയാണെന്ന് വിചാരിക്കാം, അതിന് ഒരു ഇലോങ്ങേഷൻ ഉള്ള ചാൻസ് ഉണ്ട് അല്ലെ. ആൽഫയിൽ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ഇലോങ്ങേഷൻ അല്ലെ. പഠിച്ചിട്ടായിരിക്കും വാല്യൂസ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത്. അത് ഇലോങ്ങേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഒരു സിമ്പിൾ ആയിട്ട് ഒരു സപ്പോർട്ട് ഒന്നും ഇല്ലാത്ത വെറുതെ ഒരു മെറ്റൽ പീസോ അല്ലെങ്കിൽ ഒരു കമ്പിന്റെ കഷ്ണോ എന്തെങ്കിലും ഒന്ന് വെറുതെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഹീറ്റ് ചെയ്യാം. ചെറിയ എമൗണ്ട് അല്ല, നല്ല എമൗണ്ട് ഹീറ്റ് ചെയ്ത് ചെറുതായിട്ട് അത് എന്ത് ചെയ്യും, അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ഇനി ഈ ഒരു സെയിം എലമെന്റിനെ തന്നെ നിങ്ങൾ രണ്ട് സൈഡും പിടിച്ചു വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ലോക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, രണ്ട് സൈഡ് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അത് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മെറ്റീരിയലിന് എന്ത് ഉണ്ടാവും, ഡീഫോർമേഷൻ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് ലെങ്ത് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അതിനുണ്ടാവും. പക്ഷെ അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, കാരണം രണ്ട് സൈഡും നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചേക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ഹെവി ആയിട്ടുള്ള ഇതിന്റെ ഇൻക്രീസിനുള്ള ടെൻഡൻസി കാരണം എന്ത് ചെയ്യും, ഇവിടെ എക്സ്ട്രാ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് ടെമ്പറേച്ചർ സ്ട്രെസ്സസ് എന്ന് പറയുന്നത്. നമ്മൾ അത് പിടിച്ചു നിർത്തിയത് കൊണ്ടാണ് ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കോപ്പിനകത്ത് വരാത്ത എക്സ്ട്രാ വരുന്ന സ്ട്രെസ്സസ് ആണ്. അത് സ്ട്രെസ്സസ് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ട്രക്ചറിന് ക്രാക്കും ഡിഫ്ലക്ഷനും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് തന്നെയാണ് ഫിക്സഡ് ബീമിന്റെ കേസിലും വരിക. ഇവിടെ എല്ലാ മൂവ്മെന്റും റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ തടഞ്ഞു വെച്ച ഒരു സാധനത്തിന് ടെമ്പറേച്ചർ, ഹെവി ടെമ്പറേച്ചർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ലെങ്തി ആയിട്ടുള്ള വലിയ വലിയ സ്ട്രക്ചർ ആവുമ്പോൾ ടെമ്പറേച്ചർ നന്നായിട്ട് അത് എടുക്കും. ആ ടെമ്പറേച്ചർ എടുക്കുന്നതിനനുസരിച്ച് ഇത്
ലെങ്ത് ഇൻക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ നമ്മുടെ സപ്പോർട്ട് കാരണം ഈ സപ്പോർട്ടിന്റെ ഒരു പ്രത്യേകത കാരണം എന്ത് ചെയ്യാണ്, അവിടെ മൂവ്മെന്റ് ഒന്നും പോസിബിൾ അല്ല. സോ അവിടെ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ചേഞ്ചസ് ലാർജ് സ്ട്രെസ്സസ് ആർ ഇൻഡ്യൂസ്ഡ് ഇൻ ഫിക്സഡ് ബീം. ഫിക്സഡ് ബീമിന്റെ കേസിൽ ലാർജ് സ്ട്രെസ്സസ് ഇൻഡ്യൂസ് ചെയ്യും. നേരെ മറിച്ച് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരുന്നു എങ്കിൽ ഒരു സൈഡ് റോളറാണ്, അവിടെ അത് ലെങ്ത് ഇൻക്രീസ്, ചെറിയ തോതിലുള്ള ലെങ്ത് ഇൻക്രീസ് ചെയ്യാനുള്ള അവിടെ അതിനുള്ള അലോവൻസ് ഉണ്ട് അല്ലെ. റോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു എൻഡ് ഹിഞ്ചിനും അതർ എൻഡ് റോളറുമാണ്. ആ റോളർ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് അലോ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ ആ ബീമിന് വേണമെങ്കിൽ ചെറുതായിട്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്താലും പ്രശ്നമില്ല, അവിടെ അലോബിൾ ആണ് അല്ലെ. പക്ഷെ ഫിക്സഡ് സപ്പോർട്ട് അതെല്ലാം റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. സോ ടെമ്പറേച്ചർ കാരണം, ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സസ് ഫിക്സഡ് ബീമിൽ ഡെവലപ്പ് ചെയ്യും. എനി സിങ്കിങ് ഓഫ് അൺസപ്പോർട്ടഡ് ഇൻഡ്യൂസസ് ലാർജ് സ്ട്രെസ്. ഏതെങ്കിലും ഒരു സപ്പോർട്ട് ചെറുതായിട്ട് സിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിഫോർമേഷൻ സംഭവിക്കാം, താവാം അല്ലെ. അത്തരം കേസിൽ ലാർജ് സ്ട്രെസ്സസ് ഇവിടെ ഡെവലപ്പ് ചെയ്യും. കാരണം ഒരേ ലൈനിലായിരിക്കണം, കാരണം കേസുകളൊക്കെ മാറും. എക്സ്ട്രാ കെയർ ഈസ് നീഡഡ് ഇൻ അലൈനിങ് ദ സപ്പോർട്ട് അക്യുറേറ്റ്ലി അറ്റ് ദ സെയിം ഡേ. നമ്മൾ അലൈൻ ചെയ്യുമ്പോൾ രണ്ട് സപ്പോർട്ടും ഒരേ ലെവലിൽ നിർത്താൻ എക്സ്ട്രാ കെയർ എടുക്കണം. ഫ്രീക്വന്റ് ചേഞ്ചസ് ഇൻ ലോഡിംഗ് എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് മൂവിംഗ് ലോഡ്സ് മേക്സ് ദ ഡിഗ്രി ഓഫ് ഫിക്സിറ്റി അറ്റ് ദ എൻഡ്സ് വെരി അൺസർട്ടൻ. അതായത് മൂവിംഗ് ലോഡ്സ് വരിക, നമ്മൾ ഒരു ബ്രിഡ്ജിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇത് മൂവിംഗ് ലോഡ്സ് ആണ് അല്ലെ. ബ്രിഡ്ജ് സ്ഥിരമായിട്ട് മൂവിംഗ് ലോഡാണ്. അപ്പൊ ഇവിടെ ലോഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇതിന്റെ റെസ്ട്രിക്ഷൻ, ഈ ലോഡിനൊക്കെ ഇത് താങ്ങണം. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് റിയാക്ഷൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഈ ഫ്രീക്വന്റ് ചേഞ്ച് കാരണം ചിലപ്പോ ഇതിന്റെ ഫിക്സിറ്റി നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് അൺസർട്ടൻ. സർട്ടൻ ഉറപ്പിക്കാൻ പറ്റില്ല നമുക്കവിടെ ഫിക്സിഡ് ആണ് എന്നുള്ളത്. കാരണം ലോഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അതിനനുസരിച്ച് ഇതിന്റെ റിയാക്ഷൻസ് അഡ്ജസ്റ്റ് ആവണം അല്ലെ, മൊമെന്റ് ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് അഡ്ജസ്റ്റഡ് ആവണം അല്ലെ. അപ്പോൾ അതിന്റെ ഫിക്സിറ്റി നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതാണ് വേറെ ഒരു ഡിസ്അഡ്വാൻറ്റേജ്. ഓക്കെ ആണോ? ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യണത്. ഇനി നമുക്ക് നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ബീമില് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റിയാക്ഷൻസ് ഒഴിവാക്കും. ഹൊറിസോണ്ടൽ അല്ല, വെർട്ടിക്കൽ ലോഡിംഗ് ആണെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് 4 അൺനൗൺസ് ഉണ്ടാവും. എച്ച് ബിയും പോവും, 4 അൺനൗൺസ് ഉണ്ട്, 2 ഇക്വേഷനേ ഉള്ളൂ അല്ലെ. സിഗ്മ ബി ഈക്വൽ ടു 0, സിഗ്മ എം ഈക്വൽ ടു 0. അപ്പൊ 4 മൈനസ് 2 എന്തുണ്ട്, അൺനൗൺസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 2 ആണ്. ആ 2 അൺനൗൺസ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് പുതിയ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് പുതിയ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, എക്സ്ട്രാ വല്ല കണ്ടീഷൻസും ഇതിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. മേജർ ആയിട്ട് നമ്മൾ കൊടുക്കുക സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻസിന്റെ കേസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ബാക്കി അനലൈസ് ചെയ്തത്. ഇതിൽ നമുക്ക് മേജർ ആയിട്ടുള്ള 2 അൺനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MA ആൻഡ് MB ആണ്. ഓക്കെ, RA RB ഒക്കെ കിട്ടും. ഓക്കെ ആണോ? RA പ്ലസ് RB ഈക്വൽ W ചെയ്ത് കഴിഞ്ഞാൽ RA RB നമുക്ക് കിട്ടും. നമുക്ക് MA MB ആണ് നമുക്ക് ഇതിൽ അൺനോൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനാവശ്യമായ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് എന്ത് വൈൻഡപ്പ് ചെയ്യും, സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ. ഇനി എന്താണ് നമ്മൾ എടുക്കാൻ പോകുന്ന അഡീഷണൽ കണ്ടീഷൻ, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം അല്ലെ. എന്താണ് എടുക്കാൻ പോകുന്നത്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷന്റെ കേസ് പറഞ്ഞത്. നമുക്കറിയാം ഇവിടുത്തെ ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് ഇതിന്റെ ഇലാസ്റ്റിക് കർവ് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് കണ്ടീഷനിൽ സ്ലോപ്പും ഡിഫ്ലക്ഷനും 0 ആയിരിക്കും. ഇവിടത്തെയും സ്ലോപ്പും ഡിഫ്ലക്ഷനും 0 ആയിരിക്കും. ഈ ഒരു കണ്ടീഷനും കൂടി അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗം അനലൈസ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അത്ര സിമ്പിൾ അല്ല, കാരണം ഒരുപാട് അൺനൗൺസ് വരും. നമുക്ക് ചിലപ്പോൾ മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷൻ ഒക്കെ ഉപയോഗിക്കണം. സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിക്സഡ് ബീമിനെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമും പിന്നെ എക്സ്ട്രാ ഫിക്സഡ് ആൻഡ് മൊമെന്റ്സും വരുന്ന രീതിയിൽ അനലൈസ് ചെയ്ത് രണ്ടും കമ്പൈൻ ചെയ്യേണ്ടി വരും. അത്ര നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ചെയ്യണ പോലെ അത്ര ഈസി അല്ല. ഓക്കെ, അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി ഫ്രഷ് ആയിട്ട് തന്നെ തുടങ്ങാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആവും. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ എന്താണ് ഒരു ഡിഫ്ലക്ഷൻ, എന്താണ് സ്ലോപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ deflection of a beam is basically defined as the vertical distance of beam measured before and after loading. ലോഡിങ്ങിന് മുമ്പും ശേഷവും
ഒരു പോയിന്റ്, ഒരു പ്രത്യേക പോയിന്റ് എടുക്കുക. ആ പോയിന്റിലെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിങ്ങിന് മുമ്പും ശേഷവും അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ, നമ്മൾ നോർമലി നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 3 ഫിഗർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സിംപ്ലി സപ്പോർട്ടർ ബീമാണ്, ഇതൊരു ഫിക്സഡ് ബീമാണ്, ഇതൊരു കാൻഡിലിവർ ബീം. ഓക്കെ, അതിന്റെയൊക്കെ ഡിഫ്ലക്റ്റഡ് കർവ് ആണ്. ഞാൻ പറഞ്ഞു ഒരു സിംപ്ലി സപ്പോർട്ടർ ബീം ആകുമ്പോൾ ഇവിടെ തന്നെ ഡിഫ്ലക്ട് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ഹിഞ്ചഡ് സപ്പോർട്ടാണ്, ഇവിടെ റൊട്ടേഷൻ അലോ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ടാവും, ഇവിടെ സ്ലോപ്പ് ഉണ്ടാവും. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അല്ലേ സെൻട്രലായിരിക്കും മാക്സിമം. ഇവിടെ ഓരോ പോയിന്റിൽ ഡിഫ്ലക്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ പോയിന്റിൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പോയിന്റിലെ ഇപ്പോഴത്തെ അവസ്ഥയും തൊട്ട് പഴയ അവസ്ഥയും തമ്മിലുള്ള ദൂരം അല്ലേ, അതാണ് ഡിഫ്ലക്ഷൻ. പക്ഷെ മാക്സിമം എവിടെ ആയിരിക്കും ഉണ്ടാവുക? സ്വാഭാവികമായിട്ട് ലോഡ് സെൻട്രൽ ആയതുകൊണ്ട് സെൻട്രലായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഈ ഡിഫ്ലക്ഷന്റെ വാല്യൂ എത്രയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ അടുത്ത മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, അതാണ് ഡിഫ്ലക്ഷൻ. ഇനി എന്താണ് സ്ലോപ്പ്? ഇനിയിപ്പോ ഈ കേസിലാണെങ്കിലും ഡിഫ്ലക്ഷൻ ഇവിടെ പോലെ സെൻട്രലിലെ ലോഡ് ആണെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും മാക്സിമം. കാൻഡിലിവർ ആവുമ്പോഴോ? കാൻഡിലിവർ ആവുമ്പോൾ ഒരു എൻഡ് ഫിക്സ്ഡും അതർ എൻഡ് ഫ്രീയും ആണ്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യില്ല, ഇവിടെ നിന്ന് തന്നെ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങൂല, കുറച്ച് കഴിഞ്ഞിട്ടേ തുടങ്ങൂ അല്ലെ. കാരണം ഇത് ഫിക്സഡ് സപ്പോർട്ടർ ആണ്, ഇവിടെ റൊട്ടേഷൻ 0 ആണ്. സോ ഇത് ഇങ്ങനെ കുറച്ച് പോയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും മാക്സിമം ഡിഫ്ലക്ഷൻ ഇവിടെ തന്നെ ആയിരിക്കും അല്ലേ, ഫ്രീ എൻഡിലായിരിക്കും ഉണ്ടാവും. ഓക്കെ, ലോഡ് ഫ്രീ എൻഡിൽ വരും കേട്ടോ. അപ്പോ ആ കേസിൽ ഡിഫ്ലക്ഷൻ എത്രയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ സോറി, ഇതാണ് ഡിഫ്ലക്ഷൻ. ഇനി സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ, നമ്മൾ ഒരു പോയിന്റിലെ സ്ലോപ്പാണ്. ഒരു ബീമിൽ ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷനിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ ദ ടാൻജന്റ് ഡ്രോൺ അറ്റ് ദാറ്റ് പോയിന്റ് ആൻഡ് ഏതിനാണ് ടാൻജന്റ് വരയ്ക്കുന്നത്? ഇലാസ്റ്റിക് കർവിന് നമ്മളെ അല്ലെങ്കിൽ ഡിഫ്ലക്റ്റഡ് കർവിന് ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജന്റും ആൻഡ് ഒറിജിനൽ ആക്സിസ് ഓഫ് ദ ബീം അല്ലെങ്കിൽ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എനിക്ക് ഈ ഒരു പോയിന്റിലാണ് സ്ലോപ്പ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യണ ഈ ഒരു കർവിന് ടാൻജന്റ് വരയ്ക്കും. അതാണ് ഈ ടാൻജന്റ് അല്ലേ. അതും ആക്സിസ് ഓഫ് ദ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതല്ലേ, ഈ ഹൊറിസോണ്ടൽ ആക്സിസ്. അതും നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സ്ലോപ്പ്. ഇപ്പൊ എനിക്ക് ഇവിടെയാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ സ്ലോപ്പ് ആണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ പോയിന്റിലൂടെ ഈ കർവിന് ടാൻജന്റ് വരയ്ക്കും. അതായത് ഇങ്ങനെ വരും. അതും ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതാണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ. ഫിക്സഡ് സപ്പോർട്ടിന്റെ ബീമിന്റെ കേസിൽ എന്ത് വരും? ഇപ്പോ ഇതാണ് ഇതിന് ടാൻജന്റ് വരയ്ക്കുക, ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലെ, ഇതിന് ടാൻജന്റ് ആണ് ഈ ലൈന്, ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസ് ഓഫ് ദ ബീം സെയിം തന്നെ അല്ലെ, ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ ബീമിനെ നോർമലി പ്ലേസ് ചെയ്യുക. അതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സ്വാഭാവികമായിട്ട് സ്ലോപ്പ് ഒരു സിംപ്ലി സപ്പോർട്ടറിന്റെ എൻഡിൽ സ്ലോപ്പിന്റെ ഒരു വാല്യൂ ഉണ്ടാവും, സ്ലോപ്പ് ഉണ്ടാവും, ആ സ്ലോപ്പിന് ഒരു വാല്യൂ ഉണ്ടാവും. പക്ഷെ ഒരു ഫിക്സഡ് സപ്പോർട്ട് ആകുമ്പോൾ സ്ലോപ്പ് 0 ആയിരിക്കും അല്ലെ. ഇവിടെ സ്ലോപ്പ് ഉണ്ടാവില്ല, കാരണം കുറച്ച് ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്ത്, അതായത് സപ്പോർട്ടിലാണ് കേട്ടോ. കുറച്ചങ്ങോട്ട് മാറി ഇവിടെയൊക്കെ സ്ലോപ്പിന് വാല്യൂ ഉണ്ടാവും. ഇനി ഒരു കാൻഡിലിവർ ആണെങ്കിലും ഈ ഒരു ഫിക്സഡ് എൻഡിൽ സ്ലോപ്പ് 0 ആയിരിക്കും, ഫ്രീ എൻഡിൽ സ്ലോപ്പിന് ഒരു വാല്യൂ ഉണ്ടാവും. അപ്പൊ എവിടേക്കാണോ 0 വരുന്നത് ആ കേസുകൾ എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇതാണ് സ്ലോപ്പും ഡിഫ്ലക്ഷനും. ഇനി ഈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഒക്കെ കൂടുതൽ നമ്മൾ അടുത്ത മൊഡ്യൂളിലൊക്കെ കാണും. നമുക്ക് ഈ ഫിക്സഡ് ബീംസിന്റെ അനാലിസിന് ഇതിന് കുറച്ച് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അത്ര ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എനിവേ നമുക്ക് ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യാം. നോട്ട് എഴുതിയിട്ട് പോവുക, അപ്പം എഴുതി പോവുക, അതാണ് നന്നാവുക. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ഡെറിവേഷനും കാര്യങ്ങളും ചെയ്യാം. പിന്നീട് പ്രോബ്ലം ആണ്, ഈസിയാണ്. നമ്മൾ ഇതിലെ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഓരോ ലോഡിങ്ങിന്റെ കേസ്, നമുക്ക് വരുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ സിമെട്രിക്കൽ ആയിട്ട് പോയിന്റ് ലോഡും UDL ഈ രണ്ട് ലോഡിങ്ങിന്റെ കേസിലാണ് ഈ നമുക്ക് റിയാക്ഷനും ഫിക്സഡ് മൊമെന്റ് ഒക്കെ കണ്ടുപിടിക്കാനുള്ളത്. ഓരോ ലോഡിങ്ങിനനുസരിച്ച് ലോഡിങ്ങിന്റെ പാറ്റേൺ മാറുന്നതിനനുസരിച്ച് ഇതൊക്കെ മാറും. അപ്പോൾ ലോഡിങ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ നമ്മളെ സ്റ്റെപ്പുകളും കോംപ്ലിക്കേറ്റഡ് ആവും. നമുക്ക് രണ്ട് കേസേ പഠിക്കാനുള്ളൂ. ഒരു ഫിക്സഡ് ബീമിൽ UDL വരുമ്പോഴും ഫിക്സഡ് ബീമിൽ സെന്ററിൽ പോയിന്റ് ലോഡ് വരുമ്പോഴും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടും. ഫിക്സഡ് മൊമെന്റിന്റെ വാല്യൂ ഇത്ര. ഇപ്പൊ നമ്മൾ ഒരു സിംപ്ലി സപ്പോർട്ടർ ബീം പോയിന്റ് ലോഡ് അറ്റ് സെന്റർ മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എത്രയാണ്?
WL/4 നമ്മൾ കാണാൻ പഠിച്ചിട്ടില്ലേ, UDL വരുമ്പോൾ WL²/8. അതുപോലെ ഫിക്സഡ് എൻഡ് മൊമെന്റ്സിന് നമ്മൾ പറയുന്നു സൈഡിലുള്ള മൊമെന്റ്സിന് ഒരു വാല്യൂ ഇവിടെ കിട്ടും. അത് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, പിന്നെ അത് വെച്ച് പ്രോബ്ലം ചെയ്യും. ഓക്കെ, പക്ഷേ ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്, ഡെറിവേഷൻ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എനിവേ, താങ്ക് യു.